നിരൂപ്യ ഖുരാഗ്രാണം ക്ഷൗമാജിന തിലൈः സഹ അലങ്കൃതേഭ്യോ വിപ്രേഭ്യോ ബദ്ധം ബദ്ധം ദിനേ ദിനേ ഗോവിപ്രദേവതാ വൃദ്ധ ഗുരുൻ ഭൂതാനി സർവശഃ നമസ്കൃത്യാൽപസംഭൂതി മംഗളാനി സമസ്പൃശൽ ആത്മാനം ഭൂഷയാമാസ നരലോകവിഭൂഷണം വാസോഭിർഭൂഷണൈः സ്वीयैः ദിവ്യസ്ത്രകനുലേപനൈः അവേക്ഷ്യാജ്യം തഥാ ദരിശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശ്ച സർവവർണ്ണാനാം പൗരാന്തപുരചാരിണാം പ്രതാപ്യ പ്രകൃതീഃ കാമൈഃ പ്രദോഷ്യ പ്രത്യാനന്ദത സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനൈഃ സുഹൃതപ്രകൃതിർധാരാനുപായുങ്ത തതസ്വയം താവൽ സൂതൗപാനീയസ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യരഹൈര്യുക്തം പ്രണമ്യാവസ്ഥിതോഗ്രതഃ ഗൃഹീത്വ പാണിനാ പാണീ സാരഥേസ്തമധാരുഹൽ സാത്യക്യുദ്ധവ സംയുക്ത പൂർവാദ്രീമിവ ഭാസ്കര ഈക്ഷിതോന്തപുരസ്ത്രീണം സൗവ്രീഡപ്രേമ വീക്ഷിതൈഃ കൃച്ഛ്രാൽ വിസൃഷ്ടോ നിരഗാജാതഃ സ്വഹരന്മനഃ സുധർമാഖ്യാം സഭാം സർവൈഃ വൃഷ്ണിഭിः പരിവാരിതാം പ്രാവിശൽ എന്നിവിഷ്ടാനം ന സന്ധ്യംഗ ഷഡൂർമയഃ തത്രോപവിഷ്ടപരമാസനെ വിഭുർബഭൗ സ്വഭാസകുഭോവഭാസയൻ വൃതോ നൃസിംഹൈര്യതുഭിര്യദൂത്തമോ യഥോട് രാജോദിവിതാരകാഗണൈഃ തത്രോപമന്ത്രിണോ രാജനാനാഹാസ്യരസൈർവിഭും ഉപതസ്ഥുർനടാചാര്യ നർത്തക്യ താണ്ഡവൈഃ പൃഥക്ക മൃദംഗവീണാമുരജവേണുതാളതരസ്വനൈഃ നർദുർജഗുസ്തുഷ്ടൂശ്ചസൂതമാഗതവന്തിന തത്രാഹുർബ്രാഹ്മണ ആ കേചിദാസീന ബ്രഹ്മവാദിന ഏതേഷം പുണ്യശസാം രാജ്ഞാം ചാകഥയൻ കഥാഃ തത്രൈകപുരുഷോ രാജനാഗതോ പൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരൈഃ പ്രവേശിതഃ സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിഃ രാജ്ഞാമാവേദയ ദുഃഖം ജരാസന്ധ നിരോധജം യേ ച ദിഗ്വിജയതസ്യ സന്നതിം നൈർനൃപാഃ പ്രസഹ്യരുദ്ധാസ്തേനാസനയുതയദ്വേ ഗിരിവ്രജേ കൃഷ്ണ കൃഷ്ണ അപ്രമേയാൽപൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണയാമോ ഭവഭീതാഃ പൃഥക് ധിയഃ ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവതസ്യ ബലവാനിഃ ജീവിതാശം സദ്യച്ഛിനത്തി അനിമിഷായ നമോസ്തു തസ്മൈ ലോകേ ഭവാൻ ജഗതിനക്കലയ അവതീർണഃ സദ്രക്ഷണായ ഖല നിഗ്രഹണായ ചാന്യഃ കശ്ചിൽ ത്വദീയമതിയാദി നിദേശമീശ കിം വാ ജനസ്വകൃതമൃച്ഛതി തന്ന വിദ്മഃ സ്വപ്നായിതം നൃപസുഖം പരതന്ത്രമീശ ശശ്വൽഭയേന മൃതകേന ധുരമഹാമ ഹിത്വാ തദാൽപനി സുഖം ത്വദനീഹ ലഭ്യം ക്ലിശ്യാമഹേതി കൃപണാസ്തവമായേഹ തന്നോ ഭവാൻ പ്രണതശോകഹരാഘ്രയുഗ്മോ ബദ്ധാൻവിയുക്ഷമഗധാഹ്യ കർമ്മപാശാൽ യോ ഭൂഭുജോ യുതമതംഗജവീര്യമേകോ ബിഭ്രൽ രുരോധഭവനെ മൃഗരാടിവാവീഃ യോ വൈ ത്വയാദ്വിനവകൃത്ത ഉദാത്തചക്രഭഗ്നോ മൃഥേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സകൃദൂഢദർപ്പോ യുഷ്മൽ പ്രജാരുജതി നോജിത തദ്വിധേഹി ദൂത ഉവാച ഇതി മാഗധ സമരുദ്ധ ഭവദ്ദർശനകാംക്ഷിണഃ പ്രപന്നാഃ പാദമൂലം തേ ദീനാനാം സംവിധീയതാം ശ്രീശുക ഉവാച രാജദൂതേ ബ്രുവത്യേവം ദേവഋഷി പരമദ്യുതിഃ ബിഭ്രൽ പിംഗജടാഭാരം പ്രാതുരാസീദ്യഥാരവിഃ തം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ സർവലോകേശ്വരേശ്വരഃ വവന്തൗത്ഥിതശീർഷ്ണ സസഭ്യസാനുഗോമുദ സഭാജയിത്വാ വിധിവൽകൃതാസന പരിഗ്രഹം ബഭാഷേ സൂനൃതൈർവാക്യൈഃ ശ്രദ്ധയാ തർപ്പയൻ മുനി അഭിസ്തുതദ്ലോകാനം ത്രയാണമഗതോ ഭയം നനു ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണഃ നഹി തേ വിദിതം കിഞ്ചിൽ ലോകേഷു ഈശ്വരകർത്തൃഷു അധ പൃച്ഛാമഹേ യുഷ്മൻ പാണ്ഡവാനാം ചികീർഷിതം ശ്രീനാരദ ഉവാച ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരിത്യമായ വിഭോ വിശ്വസൃജസ്യമായിന ഭൂതേഷു ഭൂമം ശരതസ്വ ശക്തിഭ്രവന്നേരിവത്സന്നുരുചോ നമേത്ഭുതം തവേഹിതം കോരിഹതി സാധു വേദിതും സുമായേതം സൃജതോ നിയച്ഛത യദ്വിദ്യമാനാത്മതയാവഭാസതേ തസ്മൈ നമസ്തേ സ്വവിലയാ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനേ. സന്തോഷം കിട്ടണം, സുഖം കിട്ടണം, സമാധാനം കിട്ടണം, ശാന്തി കിട്ടണം ചേരാ നമ്മൾ ഓടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ടം ഓടണല്ലേ അല്ലേ? പണിയെടുക്കണു, കാശുണ്ടാക്കണു, വീട് വയ്ക്കണു, കല്യാണം കഴിക്കണു, കുട്ടികളുണ്ടാവണു, മക്കളെ ഉണ്ടാക്കണു, പേരമക്കളെ ഉണ്ടാക്കണു, അവർക്ക് ഫ്ലാറ്റ്, അവർക്ക് വീട്, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ മരിക്കണ വരെ ഇതന്നെ പണി, അവസാനമില്ല. എന്നിട്ടോ കയ്പും പുളിർപ്പും ചവപ്പുള്ള ഈ പഴം തിന്ന് ഈ പക്ഷി കരയണ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ സത്സംഗത്തിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, എന്തോ ഒരു പൂർവ്വ പുണ്യം കൊണ്ട് തോന്നൂല്ലോ അങ്ങനെയൊക്കെ വരാൻ. അങ്ങനെയൊക്കെ വന്നതൊക്കെ കേൾക്കും. അപ്പോഴോ എടാ നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട അനന്തസ്വരൂപനായ ഭഗവാൻ
നിൻ്റെ ഈ വിചാരങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചിട്ട് നിൻ്റെ ഉള്ളിൽ സാക്ഷിയായിരിക്കേണ്ടത് മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരുന്ന പൊരുൾ. അതാ ഒന്ന് നോക്കാം അങ്ങട്. അതാണ് ഈ മോളത്തെ കൊമ്പത്തിരിക്കണ പക്ഷി. ഈ ദേഹത്ത് തന്നെയുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്, പുറത്തെങ്ങും അല്ല ദൈവം ഇരിക്കണത്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടത്. ആ ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകളിൽ കുടുങ്ങി ദേഹത്തിൽ അഭിമാനിച്ച് ഈ വിഷയങ്ങളിൽ ആസക്തരായി അയ്യോ ആവൂ കരഞ്ഞ് സങ്കടപ്പെട്ട് 100,000 ആവലാതിയായിട്ട് കഴിയുന്ന നമ്മുടെ ഈ വിഷമങ്ങളെയും കഷ്ടപ്പാടുകളെയൊക്കെ കണ്ടുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ മോളത്തെ കൊമ്പത്തിരിക്കുന്ന പക്ഷി. അതൊക്കെ സാക്ഷിയെ നോക്കണേ ഉള്ളൂ, അതിനൊന്നും പറ്റണില്ല. എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ സത്സംഗത്തിലൂടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വല്ലാത്ത ദുഃഖം വരുമ്പോൾ അത് മുകളിലേക്ക് നോക്കി എന്ന് പറഞ്ഞാലോ ആ സാക്ഷി ഒന്ന് ഓർമ്മിച്ചു. അപ്പം എന്താ അത് നമ്മൾ നോക്കി ചിരിക്കുക, സങ്കടമില്ല, സമാധാനം. അത് നോക്കുമ്പോൾ വലിയ സുഖം. മുകളിലേക്ക് നോക്കണം, ചിന്തകളുടെ അപ്പുറത്തേക്ക് നോക്കണേ, മെൻ്റൽ ഗെയ്സ് ഷിഫ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ശ്രദ്ധ തിരിക്കണം കിടന്നർത്ഥം. പക്ഷേ ഇതായി പറ്റണില്ല പലപ്പോഴും. അല്ലെങ്കിൽ അപ്പോഴേക്കും എന്താ വീണ്ടും പൂർവ്വവാസന, ആ ഓർമ്മകൾ വന്നു അല്ലേ, അത് കാണണം, ഇത് കേൾക്കണം, അനുഭവിക്കണം, വീണ്ടും പോവുക ഈ എന്തിൻ്റെ പറയേ പഴം തിന്നാൻ വേണ്ടിയിട്ട്. അത് നോക്കൂ, 2 പക്ഷികൾ എന്ത് മനോഹരമായിട്ടാണ് ഋഷി പറഞ്ഞു തരണേ. ഈ ശരീരത്തിൽ തന്നെ ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനങ്ങൾ വെച്ചുകൊണ്ട് 100,000 ആഗ്രഹങ്ങളാൽ പ്രേരിതരായി, ആഗ്രഹങ്ങൾക്ക് അടിമയായി ഈ നാനാവിഷയങ്ങളുടെ പുറകെ എന്താ പറയുക, ഉണർന്ന ഉറങ്ങോളം, ജനിച്ച് മരിക്കോളം ഇങ്ങനെ ഓടി നടന്ന് കഷ്ടവും അവലാതിയും ടെൻഷനും വെറിയും ആയിട്ട് നടക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ, അങ്ങനത്തെ ആളുകളെയാ പറയണേ എന്ത് താഴത്തെ കൊമ്പത്തിരിക്കണ പക്ഷിന്ന്. ആക്ച്വലി ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ മോളത്തെ പക്ഷിയുടെ ഒപ്പം പോയിരുന്നാൽ പോരെ. അതിനെന്ത് ചെയ്യണം? ഇതിന്ന് പിടിവിടണ്ടേ, ഇതിലുള്ള മോഹം പോകണ്ടേ, അയ്യോ അത് തിന്നണം ഇത് തിന്നണം എന്നുള്ള മോഹം പോകണ്ടേ. എന്നിട്ടോ ആ മുകളിലത്തെ കൊമ്പത്തെ പക്ഷി ക്ഷണിക്കേണ്ട, ഇങ്ങോട്ട് വരൂ. ആ സാക്ഷിയെന്ന് ഭഗവാൻ ഉള്ളിലിരിക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ ഈ ചിന്തയെ വിട്ടാൽ മതി. ഈ ലോകത്തിൽ ഒന്നും വിടണ്ടേ, അച്ഛനെ വിടണ്ട, അമ്മ വിടണ്ട, ഭാര്യയെ വിടണ്ട, ഉദ്യോഗം വിടണ്ട, ഒന്നും വിടണ്ട. ആകെ വിടേണ്ടത് ഒന്ന് മാത്രം, എന്താണ്? ചിന്തകളെ. മനസ്സിലായോ? വേറെ ഒന്നിനും ധരിക്കാല്ലേ ഇവിടെ. ഈ ചിന്തകളെ വിട്ട് ചിന്തകളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ചിന്താസാക്ഷിയായ ആ ഭഗവാനെ ഓർമ്മിച്ചാൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. താഴത്തുള്ള ഈ പ്രലോഭനങ്ങളൊക്കെ വരും, ആ പക്ഷി പഴങ്ങൾ കാണുകയെ. അപ്പം എന്ത് ചെയ്യണം? അത് ചിന്തകൾ. അപ്പം എന്ത് ചെയ്യണം? ഓം നമ ശിവായ എന്ന് പറഞ്ഞ് ഈ ചിന്തയുടെ അപ്പുറത്തിരിക്കണേ ആ ശിവനെ സാക്ഷി ഓർമ്മിക്കണം. ഇതാണ് നമ്മുടെ സാധന. അങ്ങനെ അവനെ സ്മരിക്കുമ്പോൾ എന്താവും? നമ്മുടെ മനസ്സ് അവനോട് ചേരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചിന്തകളോടുള്ള താതാത്മ്യം ചേർച്ച വിടും. അതെന്തായി? ആ മോളത്തെ കൊമ്പത്തെ പക്ഷി സാക്ഷി ആനന്ദമായിരിക്കണ മാതിരി നമുക്കും ആ ആനന്ദവും സ്വാതന്ത്ര്യവും കൈവരും. പിന്നെ ഇതൊരു ഗുരുവിനെ കൈ പിടിച്ച് ജയിക്കാൻ പറ്റുമോ? ഒരാൾ പെട്ടെന്ന് മുറിയുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ദാ റോക്കറ്റ് പോകണു. കുട്ടികളുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണത്. വലിയവരാണെങ്കിൽ നമ്മൾ കുറേ കൂടി ഇതായിട്ട് പോയിണ്ടാവും. പക്ഷേ ഈ കുട്ടികൾക്കും എന്തെങ്കിലും മനസ്സിലാവട്ടെ അല്ലേ. ദാ റോക്കറ്റ് പോകണമെന്ന് പറഞ്ഞു. ഓടി വന്നു. എവിടെ? ദാ പോണു. റോക്കറ്റ് പറയുമ്പോഴേക്കും പോയി കഴിയുണ്ടാവും ഇല്ലേ. പിന്നെ അത് പോയൊരു പാടല്ലേ കാണുള്ളൂ. കണ്ടല്ലേ? കൈ ഇങ്ങനെ കാണിച്ചു. അയാൾ നോക്കിയിട്ട് എവിടെ കൈൻ്റെ എൻ്റെ കാണിച്ച കൈൻ്റെ വിരൽ പിടിച്ചിട്ട് തുമ്പത് എവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ കാണുമോ? വിരലോണ്ട് ചൂണ്ടിക്കാണിച്ചു. വിരലോണ്ട് കാണിച്ച ആ ദിശയിലേക്ക് നീ കണ്ണയച്ചാൽ കാണാൻ സാധ്യതയുണ്ട് അല്ലേ. മനസ്സിലായോ? ഈ ഗുരുനാഥൻ്റെ വാക്കുകളും ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചേക്കണമൊക്കെ ദാ കാണിച്ചു തരും, ദാ ചൂണ്ടിക്കാണിക്കുക. മനസ്സിലായോ? അതിന് അപ്പോൾ ആ ചിന്ത പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്തയുടെ സാക്ഷി എന്നൊക്കെ ഉള്ളത് ഒരു സൂചന മാത്രമാണ്. അവിടേക്ക് ശ്രദ്ധ ഉയർത്തേണ്ടത് അവനവനാ. അവിടെ ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, സ്വയം ചെയ്യുന്നേ വേണം. മനസ്സിലായോ?
ഉയർത്തിയാലോ? ആരാണോ വിരലിനെ വിട്ടിട്ട് ആ മുകളിലേക്ക് നോക്കി കണ്ടുവോ? കണ്ടു. മറ്റുള്ളവർ കണ്ടില്ലല്ലോ. റോഡ് മാപ്പ് എടുത്തു, അത് ആവശ്യമാണ്. അതൊക്കെ നല്ലോണം പഠിച്ചു. എന്നിട്ടോ ദിവസം റോഡ് മാപ്പ് എടുത്ത് ചാർധാം പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കേട്ടോ. ചാർധാം ഹിമാലയത്തിലേ ബദ്രി കേദാറൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. റൂട്ടൊക്കെ പഠിച്ചു, എങ്ങനെ പോവാം, എത്ര ദിവസം വേണം, എവിടെയൊക്കെ താമസിക്കാം, എന്തെല്ലാം സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, ഹെലികോപ്റ്ററിൽ പോവാം, അല്ലെങ്കിൽ കാറിന് പോവാം, ബസ്സിന് പോവാം, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. ഒത്തിരി ടൂർ ഏജൻസികൾ ഇതൊക്കെ പഠിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പുറപ്പെടലേ ഇല്ല. പിന്നെ അവിടെ കാണാനുണ്ടാവുക എത്തലുണ്ടാവുമോ? ഞാൻ ഇത് പഠിച്ച് വൈഹാർട്ടായി. റൂട്ട് വൈകാർട്ടാ. പക്ഷേ ഇവിടുന്ന് പുറപ്പെടലില്ലെങ്കിലോ? മനസ്സിലായോ മക്കളെ? അങ്ങനെയാവാൻ പാടില്ല. നോക്കൂ, ഗരുഡന് വളരെ സ്പീഡിൽ പറക്കാൻ കഴിയൂലേ? വളരെ സ്പീഡിൽ പറക്കാൻ കഴിയും ഗരുഡന് എന്ന് വെച്ചിട്ട് ഗരുഡൻ ഇവിടുന്ന് പറക്കണേല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തുമോ? നേരെ മറിച്ച് ഒരു ഉറുമ്പിന് ഗരുഡൻ്റെ വേഗത്തിൽ പറക്കാൻ പറ്റുമോ? ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോകണം നമുക്ക്. ഗരുഡനാണെങ്കിലോ ഗരുഡൻ 1 മണിക്കൂർ കൊണ്ട് പറന്നെത്തും അല്ലേ? ഈ ഉറുമ്പിനോ ആ കോയമ്പത്തൂർ എത്തണമെങ്കിലോ എത്ര ദിവസം വേണ്ടി വരും? പക്ഷേ എത്ര ദിവസം എടുത്താലും ഈ ഉറുമ്പ് ഇവിടുന്ന് ഒരു തീരുമാനമെടുത്തു, ഡിറ്റർമൈൻ ചെയ്തു, ഞാൻ കോയമ്പത്തൂർ പോകും എന്ന് ദൃഢമായി തീരുമാനമെടുത്തുകൊണ്ട് ഈ ഉറുമ്പ് ഇവിടുന്ന് ഇപ്പോൾ യാത്ര ചെയ്യാൻ ആരംഭിച്ചാൽ 1 മാസമോ 2 മാസമോ 3 മാസമോ 4 മാസമോ 1 കൊല്ലമോ ആവുമ്പോഴെങ്കിലും അവിടെ എത്തുമല്ലയോ? പുറപ്പെടലില്ലെങ്കിലോ എത്ര നാളായാലും എത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഈ സത്സംഗമൊക്കെ നമ്മളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? നമ്മൾ യാത്ര ചെയ്യാൻ തന്നെ വേണം നൃത്തം. ഇതാണ് ഭഗവാന്റെ. അങ്ങനെ രസകരമാണ്. പുസ്തകം വേറെ കാണാതെ പഠിച്ചുകൊണ്ട് ബൗദ്ധികമായ അറിവ് നേടിയോണ്ട് കാര്യമില്ല ഉദ്ധവരേ. പിന്നെന്ത് ചെയ്യണം? അത് ഇപ്രകാരം മനഃശുദ്ധികരമായ മനസ്സ് ശുദ്ധമാവും പ്രകാരം ഈ ലോകത്തിൽ ജീവിതം നയിക്കണം. അങ്ങനെ ആണ് ഭഗവാന്റെ സ്മരണയോടുകൂടെ ജീവിതം. ഭഗവത് സ്മരണയോട് മാമനുസ്മര യുദ്ധജ. കൃഷ്ണനൊരു ഗുളിക തരിക, മാമനുസ്മര. കൃഷ്ണനെ ഓർത്തുകൊണ്ട് പണിയെടുക്കുക, ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് പണിയെടുക്കുക, ഭഗവാന് വേണ്ടി പണിയെടുക്കുക, ഭഗവാന്റെ പണി ചെയ്യണമെന്ന് വിശ്വസിക്കുക. അപ്പോൾ മനസ്സ് ശുദ്ധമാകും. അങ്ങനെ പ്രവർത്തിച്ച് മനസ്സ് ശുദ്ധമാകുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. അല്ലാത്ത അറിവിനെ ഭഗവാൻ കളിയാക്കണം. കാണാതൊക്കെ പഠിച്ചു, പക്ഷേ അത് അനുഭവത്തിൽ കൊണ്ടുവരുന്ന അതിന് ക്ഷമിക്കാതെ ഈ വെറുതെ പുസ്തകങ്ങൾ പഠിക്കുന്ന ആൾക്കാരെ പറയണമെന്ന് അറിയോ? മച്ചിപ്പശുവിനെ വളർത്തും പോലെ എത്രയാൾ പ്രസവിക്കാത്ത പശുവിനെ ചിലവ് കൊടുത്ത് വളർത്തിയ പാല് കിട്ടുമോ? അതുപോലെയാണ്. ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം. അടുത്ത ഉദാഹരണം, ഭാര്യ വ്യഭിചാരിണിയാണ്. വ്യഭിചാരിണിക്ക് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ സ്ഥിതി എന്താ? രാത്രി ആയാൽ അവൾ അന്യപുരുഷന്മാരെ തേടി പോവും. ആ ഭാര്യ സുഖം കൊടുക്കോ ദുഃഖം കൊടുക്കോ? ദുഃഖം അല്ലേ? ദേഹം പരാധീനമായി. എഴുന്നേൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, നടക്കണമെങ്കിൽ ആളുടെ സഹായം വേണം, ബാത്റൂമിൽ പോകണമെങ്കിൽ വേണം, കുളിപ്പിക്കണമെങ്കിൽ വേണം, എല്ലാത്തിനും വേണം. ദുഃഖം ഇതൊരു ഭാരമായി പിന്നെ അല്ലേ ശരീരം അവനവന് തന്നെ. അസൽ പ്രജാംജ. മക്കളുണ്ടാവണമെന്ന് വിചാരിച്ചു മക്കളുണ്ടായി, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണ പിള്ളേരാ, കുരുത്തം കെട്ട പിള്ളേരായി, ദുഷ്ടപുത്രന്മാരായി. സുഖദുഃഖം എന്താണ്ടാവുക? ദുഃഖം. അസത്പ്രജാംജ. വിത്തന്തു അതീർത്ഥീകൃതം. പണമൊക്കെ ഉണ്ടാക്കി, പണം ഉണ്ടായി, പക്ഷെ ആ പണം ഒരു സൽക്കർമ്മം ചെയ്യില്ലേള്, അതിന് ഉപയോഗിക്കില്ല. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല, പാവങ്ങൾക്ക് കൊടുക്കില്ല, ദാനം ചെയ്യില്ല, ധാർമ്മിക കാര്യങ്ങൾക്ക് കൊടുക്കില്ല. അയാളുടെ സമ്പത്ത് അയാൾക്ക് സുഖം കൊടുക്കുമോ ദുഃഖം കൊടുക്കുമോ? ദുഃഖം. വാചം ഹീനാം മയാരക്ഷതി. നാവുണ്ട്, നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? പക്ഷേ ആ നാവ് കൊണ്ട് നാളിതുവരെ ഈശ്വരനാമം ജപിച്ചിട്ടില്ല. എങ്കിലാ വിളിച്ചിട്ടേ ഈശ്വരനാമം ജപിക്കില്ല, ഈശ്വര മഹിമകൾ പാടില്ല, ഈശ്വര കഥ പറയില്ല. അങ്ങനത്തെ ഒരു നാവ് എത്ര സരസ്വതീ വിലാസം കടാക്ഷം ഉണ്ടായിട്ട് എന്താ കാര്യം? തീപ്പൊരി പ്രസംഗമൊക്കെയാണ്. വാക്ക് നാവ് മയാഹീനം. എന്നെ സ്മരിക്കാത്തതും എന്നെക്കുറിച്ച് പറയാത്തതും ഭഗവാനെക്കുറിച്ച് പറയാത്ത, അവിടുത്തെ തിരുനാമം ജപിക്കാത്ത, അവിടുത്തെ കീർത്തനം പാടാത്ത, അവിടുത്തെ ഭജന പാടാത്ത, അവിടുത്തെ
കുറിച്ച് പറയാൻ ഉപയോഗിക്കണില്ല ആ നാവിനെ, ഈ ലോകകാര്യങ്ങളൊക്കെ പറയാൻ ഉപയോഗിക്കണമെങ്കിലോ ആ നാവും എന്തിനു ഗുണാവും? സുഖാവും ദുഃഖാവും? കൊടുക്കോ? ദുഃഖം. എത്ര ഉദാഹരണം! അതുകൊണ്ട് ലോകത്തെ മുഴുവൻ എളുപ്പത്തിൽ പാവനമാക്കുന്ന, പരിശുദ്ധമാക്കുന്ന, നിർമ്മലമാക്കി തീർക്കുന്ന പ്രഭു, ആ പ്രഭുവിൻ്റെ ഗുണഗണങ്ങളും മഹിമകളും ലീലാവതാരേപ്സിത ജന്മവാസ്യാൽ, ഭഗവാന്റെ അവതാര ലീലകൾ, ഭഗവാന്റെ ഭക്താനുഗ്രഹ ലീലകൾ, ഭഗവാന്റെ ഗുണഗണങ്ങൾ, ആ ഭക്തന്മാർ ഭഗവാനെക്കുറിച്ച് പറഞ്ഞതായ ആ സ്തുതികൾ, കീർത്തനങ്ങൾ, ഇതൊക്കെ പാടണം. ഇങ്ങനെയാണ് നാവ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേട്ടുകൊണ്ടാണ് കാതിനെ ഉപയോഗിക്കേണ്ടത്. ആ ഭഗവാന് വേണ്ടി ജീവിച്ചുകൊണ്ടാണ് ശരീരത്തിനെയും ജീവിതത്തെയും ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരമാണ് ഒരു ജിജ്ഞാസു, ഒരു മോക്ഷേച്ഛു ഈ ലോകത്തിൽ ജീവിച്ച് ആ ഭഗവത് സ്വരൂപ സാക്ഷാത്കാരം കൈവരിച്ച് ഈ നാനാത്വഭ്രമത്തെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടത്. അത് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്, അല്ലേ? ഈ കാണുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതും ഉള്ളിൽ കാണുന്നതുമായ എല്ലാം എന്താണ്? മാറുന്നതാണ്, മായാമയം, മാറുന്നതാണ്. അവിടെ നശ്വരമാണ്. പിന്നെ മനോമയമാണ്, മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. മനസ്സിലുള്ളപ്പോഴേ ഉള്ളൂ, മനസ്സ് ഉറങ്ങിയാൽ ഇല്ലാത്താവുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയതല്ലേ? അപ്പോൾ ഇതൊക്കെ സത്യമാണെന്നുള്ള വിചാരമാണ് ഇന്ന് ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാൾക്ക് ആ മനസ്സിനെ മനസാക്ഷിയായ ഭഗവാനിൽ, ആ മനമാകുന്ന കണ്ണ് അതിനും കണ്ണായ പൊരുളിലേക്ക് ഉയർത്താനും, അതാണ് പ്രഭു പരമാത്മ ഭഗവാൻ. ആ ഭഗവാനോട് ചേരുമ്പോൾ, ഭഗവാനിൽ മനസ്സിലയിക്കുമ്പോൾ ചേരുമ്പോൾ ഈ ദേഹാഭിമാനവും അജ്ഞാനവും എല്ലാം നീങ്ങി ആ ദാനാത്വ ഭ്രമം തീർന്ന് പരമശാന്തി അടയാനും സാധിക്കും, അനുഭവിക്കാനും സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നാനാത്വം ഇതിൻ്റെ ഭ്രമം ഉപേക്ഷിച്ച്, അതിൻ്റെ പുറകെയുള്ള ഓട്ടം ഉപേക്ഷിച്ച് ഉപാരമേത വിരജം, അതിൽ വിരക്തനായിട്ട് ഉപരമിക്കൂ. വിഡ്രോ യുവർ മൈൻഡ്. ഈ നാനാത്വത്തിൽ നിന്ന് ആ മനസ്സിനെ പിൻവാങ്ങി മനഃ മൈ സർവകേ മൈ അർപ്യ. എന്ത് ചെയ്യണം? എങ്ങും നിറഞ്ഞിരിക്കുന്ന നിൻ്റെ ആത്മാവായ ആ മനസ്സാക്ഷിയായ എന്നിൽ കേന്ദ്രീകരിക്കൂ, ഏകാഗ്രപ്പെടുത്തൂ, എൻ്റെ സ്മരണയിൽ ഇരിക്കൂ. ഈ ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇത് വെച്ചിട്ട് ഒരു ഇതും കൂടെ വെച്ചിട്ട് കുറച്ച് സിമെൻ്റൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ ഉറപ്പിക്കണമായി ഉറപ്പിക്കാൻ പറ്റുമോ ഈ മനസ്സിനെ? ഇല്ല. പിന്നെയോ രമണ മഹർഷി പറയും, തസ്യ സ്മൃതി തസ്യ ദൃഢൈവ നിഷ്ഠ. അവനിൽ മനസ്സുറപ്പിക്കണമെങ്കിൽ അവനെ നിരന്തരം ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? എന്തിനേ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അതിൽ ഉറച്ചു പോകും മനസ്സ്. വിഷയാന്ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ. ഇതുവരെ ഈ വിഷയങ്ങളെ തന്നെ നിങ്ങൾ അപ്പോൾ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ മനസ്സുറച്ചു പോകും. നിങ്ങൾ നിരന്തരം എന്തിനും ഓർമ്മിക്കുമോ മനസ്സതിൽ ഉറയ്ക്കും. നിരന്തരം ഭഗവാനെ ഓർത്താലോ ഭഗവാനിൽ ഉറയ്ക്കും. മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ നിരന്തരം ഓർമ്മിക്കുന്നവൻ്റെ മനസ്സ് എന്നിൽ ലയിച്ചൊന്നായി തീരും, എന്നിൽ ഉറയ്ക്കും. മനസ്സിലായോ? അതുകൊണ്ട് എന്നിൽ നിൻ്റെ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്നെ സ്മരിക്കൂ, നിരന്തരം പ്രഭുവിനെ സ്മരിക്കൂ. ഭഗവാനെ, ഇത് ധ്യാനമാണ്. ആ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തലാണല്ലോ ധ്യാനം. ഭഗവാനെ അത് അതിനെ കൊണ്ടാവണില്ലല്ലോ. അപ്പോൾ പറഞ്ഞു സാരമില്ല, ധ്യാനിക്കാൻ പറ്റില്ല, അവന് രക്ഷയില്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, യദ്യനീശോധാരയിതും മനോ ബ്രഹ്മണി നിശ്ചലം മൈ സർവാണി കർമാണി നിരപേക്ഷ സമാചര. പൂച്ച എങ്ങനെ വീണാലും തലകുത്തി വീഴുമോ, നടുകുത്തി വീഴുമോ, അതോ നാല് കാലും കുത്തി വീഴുമോ? നാല് കാലും കുത്തി വീഴുള്ളൂ. നമ്മളാണ് വീണ് ഒടിഞ്ഞ് കൈയും കാലും കൊടിയുക, അല്ലേ? നമ്മൾ വീണ അങ്ങനെ വീഴുക. പക്ഷേ ഒരു പൂച്ച എങ്ങനെ വീണു പോയിക്കോളൂ, എവിടെ വീണു പോയിക്കോളൂ, നാല് കാലും കുത്തി വീഴുള്ളൂ, അങ്ങനെ പറയാം, അല്ലേ? ഭഗവാന് എങ്ങനെ പറഞ്ഞാലും തിരിച്ചും മറിച്ചും എവിടേക്ക് വരും? എടാ വീണ്ടും എന്തുകൊണ്ടാണ് നിനക്ക് ധ്യാനിക്കാൻ പറ്റാത്തതെന്ന് നിനക്ക് മനസ്സിലായോ? നിൻ്റെ മനസ്സതിന് പാകപ്പെടുത്തി ഇട്ടിട്ടില്ല. മനസ്സിലായോ? എത്രയോ ജന്മാർജിതമായ വാസനകൾ നിൻ്റെ ഉള്ളിലിരിക്കുക, പല പല ആഗ്രഹങ്ങളിരിക്കുക. ഇതൊക്കെ കർമ്മം കൊണ്ടേ തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് കർമ്മം ചെയ്യ്. അതെങ്ങനെ ചെയ്യണം? യതി അനീശോ ധാരയിതും മനോ ബ്രഹ്മണി നിശ്ചലം. ആ ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവത് സ്വരൂപം. ഭഗവത് സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മസ്വരൂപം, ഈ മനസാക്ഷി, ആ മനമാകുന്ന കണ്ണായ പൊരുൾ.
ഇതൊക്കെ ഒന്നിൻ്റെ പല പല പേരുകളാണ്. ആ എൻ്റെ സ്വരൂപത്തിൽ നിൻ്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നിരന്തരം എൻ്റെ സ്മരണയിൽ ആ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തി ധ്യാനിക്കാനാവണില്ലെങ്കിൽ എന്ത് ചെയ്യണം നീ? കർമാണി സർവാണി മയി സന്യസ്യ. എല്ലാ കർമ്മങ്ങളും ഒന്നാമത് കർമ്മം ചെയ്യുക. ആ കർമ്മം ചെയ്യണതൊക്കെ നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ എൻ്റെ സന്തോഷത്തിന് വെച്ച് എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്യുക. നോക്കൂ, ഇതാവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പറയാം. ഇതാണ് എല്ലാ ഗുരുക്കന്മാരും പറയണത്. കർമ്മം ചെയ്യണം മക്കളെ നമ്മൾ പറയാറില്ലേ? കർമ്മം ചെയ്യാതെ നിർത്തിയില്ല. അപ്പോൾ ആ കർമ്മം ആർക്ക് വേണ്ടി ചെയ്യണം? നമുക്ക് വേണ്ടി എത്രയും കാലം ചെയ്തെങ്കിലോ ഇനിയിപ്പോൾ ഗുരുവിന് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി ചെയ്യണം. എന്നാലേ നമ്മുടെ മനഃശുദ്ധമാവുള്ളൂ. സമാചര അവിടെ ഭഗവാൻ എടുത്തു പറയണു. ശരി കർമ്മം ചെയ്യണം എന്നുവെച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എങ്ങനെയെങ്കിലും ഒരു മെക്കാനിക്കലായി ചെയ്യാൻ പാടില്ല. ആത്മാർത്ഥയില്ലാതെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യണം? സമാചര, നല്ലോണം എത്ര പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റുമോ അത്ര പെർഫെക്ഷനോടുകൂടി ചെയ്യണം. എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്യണം. ആസ് ബെസ്റ്റ് ആസ് വൺ ക്യാൻ. മനസ്സിലായോ? എനിക്ക് ഇനി ഇതിനേക്കാൾ എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും? ഇത്രേ പറ്റുള്ളൂ, നന്നാക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ നോക്കണം. ഈ പെർഫോമൻസ് ഇപ്പോൾ ചെയ്തതിനേക്കാൾ അടുത്ത തവണത്തെ പെർഫോമൻസ് ഇതിനേക്കാൾ നന്നാക്കണം, ഇതിനേക്കാൾ നന്നാക്കണം. നമ്മൾ കോമ്പറ്റീഷൻ നമ്മൾ പഠിപ്പിച്ചത് അവൻ്റെ കട്ട് ത്രോട്ട് ബിസിനസ്സിൽ അവളെ കോമ്പറ്റ് ചെയ്യണം, അവളെ തോൽപ്പിക്കുമ്പോഴാണ് നീ ജയിക്കണേന്നാ അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അപ്പുറം ഇപ്പുറമുള്ളവരെ തോൽപ്പിച്ചാൽ നമ്മൾ ജയിക്കുന്ന. അങ്ങനെയല്ല. നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് പുറത്തുള്ള മറ്റുള്ളവരോടല്ല, നമ്മൾ നമ്മുടെ ഏർലിയർ പെർഫോമൻസിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓരോ തവണ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ആ പ്രവൃത്തി നല്ല ആത്മാർത്ഥമായി ചെയ്തു വെച്ചാൽ നമുക്ക് നല്ല സംതൃപ്തി കിട്ടും. അത് കിട്ടാണ്ടിരിക്കുമ്പോൾ ഓർക്കണം എന്തോ വേണ്ട പോലെ ആയില്ല. അടുത്ത തവണ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ? എങ്ങനെ